ഹലോ ഗൈസ്. അപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ഓപ്ഷൻസ് ബൈയിങ് മാസ്റ്റർ ചെയ്യുന്ന ഒരു തിരക്കിലായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് യൂട്യൂബ് വീഡിയോസ് കണ്ട് കുറേ അധികം കോഴ്സസ് പർച്ചേസ് ചെയ്തു, ഒരുപാട് ബാക്ക് ടെസ്റ്റ് ചെയ്തു, ബുക്കുകൾ വായിച്ചു, അതേപോലെ തന്നെ ജേർണൽ ചെയ്തു, അത് റിവ്യൂ ചെയ്തു. പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രോഫിറ്റബിൾ ആകാൻ വേണ്ടിയിട്ട് ഇത്രയ്ക്കൊന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്നെ ഒരു ലോസിംഗ് ട്രേഡറിൽ നിന്ന് ഒരു ബ്രേക്ക് ഈവൻ അല്ലെങ്കിൽ ഒരു സ്ലൈറ്റ്ലി പ്രോഫിറ്റബിൾ ട്രേഡറാക്കി മാറ്റിയ ഒരു സെറ്റപ്പാണ്, അല്ലെങ്കിൽ സെറ്റപ്പ് എന്ന് പറയുന്നില്ല, ഒരു എക്സർസൈസാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു സെറ്റപ്പ് ഞാൻ കംപ്ലീറ്റ്ലി മാസ്റ്റർ ചെയ്തിട്ടില്ല. ഇപ്പോഴും ആ ഒരു പ്രോഫിറ്റ് റണ്ണ് ചെയ്യുന്ന ആ പാർട്ടിൽ ഞാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം വിചാരിച്ചു ഇതൊന്ന് കംപ്ലീറ്റ്ലി മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് എല്ലാവർക്കും വേണ്ടിയിട്ട് യൂട്യൂബിൽ ഷെയർ ചെയ്യാമെന്ന്. പക്ഷെ പിന്നീട് ഓർത്തു ഇത് എപ്പോഴാണ് ഇത് കംപ്ലീറ്റ്ലി മാസ്റ്റർ ചെയ്യാൻ പറ്റുക എന്ന് എനിക്കറിയത്തില്ല. അതേപോലെ തന്നെ ഒരുപാട് പേര് എന്നെപ്പോലെ തന്നെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. ആവശ്യമില്ലാതെ ഫേക്ക് ഗുരൂസിൻ്റെയൊക്കെ അടുത്ത് പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഓർത്തു എനിക്ക് ഇത്രയ്ക്കും ഇമ്പാക്റ്റ് ആയിട്ടുള്ള കാര്യമല്ലേ, എന്നാൽ അതങ്ങ് ഷെയർ ചെയ്തേക്കാം, ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ നിങ്ങളോട് ഒരൊറ്റ കാര്യം ആവശ്യപ്പെടുന്നുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ സ്ട്രഗിൾ ചെയ്യുന്ന വേറെയുള്ള ട്രേഡേഴ്സിനും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സെറ്റപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോസസ്, വളരെ ചെറിയ ലോസസുകൾ, നമ്മൾ ഒരുപാട് ലോസസുകൾ എടുക്കുകയും നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു ദിവസം അത് വളരെ വലിയൊരു പ്രോഫിറ്റ് എടുക്കുകയാണ് ചെയ്യുക. അപ്പം ഈ ഒരു സെറ്റപ്പ് നിങ്ങൾ മിനിമം 1 മാസമെങ്കിലും ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വളരെ ചെറിയ ലോസസുകൾ മാർക്കറ്റിൽ എടുക്കേണ്ടതെന്ന് പഠിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കങ്ങനെ ആ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ലോസുകൾ നമ്മൾ എടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ആ ഒരു ഇമോഷണൽ പെയിന് അതെങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് നമ്മൾക്ക് മനസ്സിലാകും. പിന്നെ അതേപോലെ തന്നെ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ഈ ഒരു സെറ്റപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് വലിയ ബിഗ്ഗർ പ്രോഫിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതും അതെങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിക്കും. അതിനുള്ള ആ ഒരു പേഷ്യൻസും നമുക്ക് ഈ ഒരു എക്സർസൈസ് ഫോളോ ചെയ്യുന്നതിലൂടെ നമുക്ക് ഡെവലപ്ഡ് ആവും. അപ്പം ഈ ഒരു ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഓപ്ഷൻസ് തന്നെ ആ ഒരു ബയ്യേഴ്സിനെതിരെ റിഗ്ഡ് ആണ്. കാരണം നമുക്കതിൻ്റെ ആ ഒരു പ്രോബിലിറ്റി ഒക്കെ അറിയാം. ഇത് ആ ഒരു ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് അത് സെല്ലേഴ്സിനാണ് കുറച്ച് അഡ്വാൻറ്റേജ് ഉള്ളത്. കാരണം ആ ഒരു തീറ്റ ഡിക്കയും കാര്യമൊക്കെ ഉള്ളത് കൊണ്ട് എപ്പോഴും ആ ഒരു സെല്ലേഴ്സിനെയാണ് ഇതിൽ കൂടുതൽ ആ ഒരു പ്രോബിലിറ്റി വരുന്നത്. അപ്പോൾ ബയ്യേഴ്സിന് ഈ ഒരു ഓപ്ഷൻ ബൈയിങ്ങിൽ പ്രോഫിറ്റബിൾ ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു ടൈമിങ് അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് എൻട്രി ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു മൊമെൻറ്റം ഫേസിൽ മാത്രമേ ഒരു ഓപ്ഷൻ ബയ്യർക്ക് ഇതിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡ് വേസ് മാർക്കറ്റ് വരുമ്പോൾ ഒരുപാട് എമൗണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പോകുമായിരുന്നു. അതായത് ഈ ഒരു ട്രെൻഡിങ് മാർക്കറ്റിൽ ഞാൻ ഉണ്ടാക്കിയേക്കുന്ന പ്രോഫിറ്റുകളെല്ലാം ആ ഒരു സൈഡ് വേസ് മാർക്കറ്റിൽ അനാവശ്യമായിട്ട് ട്രേഡ് ചെയ്ത് ഞാൻ കളയുമായിരുന്നു. അപ്പം ഈ ഒരു സിസ്റ്റം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സൈഡ് വേസ് മാർക്കറ്റിൽ നമ്മൾ ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ് എടുക്കുന്നു, അതിനുശേഷം നമ്മൾ ട്രേഡ് എടുക്കുന്നേ ഇല്ല. സോ നമ്മൾ ആ ഒരു ബിഗിനിങ് സ്റ്റേജിൽ നമ്മുടെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആ ഒരു സൈഡ് വേസ് മാർക്കറ്റിൽ അല്ലെങ്കിൽ നമുക്ക് ലോസസ് വന്നു കഴിയുമ്പോൾ നമ്മൾ ലോസസ് എടുക്കുകയും അത് നമുക്ക് ഓവർ ട്രേഡിങ്ങിലേക്ക് മാറിയിട്ട് നമ്മൾ ഒരു ചെറിയ ലോസസിൽ ക്ലോസ് ചെയ്യേണ്ട ആ ഒരു ദിവസം നമ്മൾ ഒരുപാട് വലിയൊരു ലോസസിൽ ക്ലോസ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റത്തിന് വളരെ ചെറിയ വിൻ റേഷ്യോയും വളരെ വലിയ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോസസ്, വളരെ ചെറിയ ലോസസ് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് എടുക്കുകയും ഒരു വലിയൊരു പ്രോഫിറ്റ് കൊണ്ട് ഈ ഒരു ലോസസിനെ എല്ലാം നമ്മൾ കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നമുക്ക് ലോസസ് എടുക്കാൻ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ലോസസ് ഓൾറെഡി നമ്മുടെ ആ ഒരു സിസ്റ്റത്തിൽ ബിൽഡ് ഇൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സിസ്റ്റത്തിന് വളരെ ക്ലിയർ കട്ടായിട്ടുള്ള റൂൾസ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ റൂളാണ് വി വിൽ ബൈ ദ ബ്രേക്ക് ഔട്ട് ഓഫ് ഫസ്റ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ. അതായത് ഇപ്പോൾ ഫസ്റ്റ് 15 മിനിറ്റ് ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ അപ്സൈഡ് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എൻ്റർ ചെയ്യും. അതല്ല, ഒരു ഫസ്റ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ഒരു റെഡ് ക്യാൻഡിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ നമ്മൾ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ കോൾ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ അടിയിലും, അതേപോലെ തന്നെ റെഡ് ക്യാൻഡിൽ, അപ്പോൾ പുട്ട് ഓപ്ഷൻ ആണ് നമ്മൾ ബൈ ചെയ്യുന്നതെങ്കിൽ ആ റെഡ് ക്യാൻഡിലിൻ്റെ മുകളിലായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ചാർട്ടിൽ പോയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇനീഷ്യൽ സ്റ്റേറ്റിൽ നമ്മൾ ആ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് 1:3 അപ്പം ഈ ഒരു സിസ്റ്റം എവിടെ നിന്നാണ് എനിക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇൻസ്പയർ ആയിരിക്കുന്ന ഈ
ഒരു ബുക്കിൽ നിന്നാണ്. ബെസ്റ്റ് ലൂസർ വിൻ എന്ന് പറഞ്ഞ ടോം ഹോഗ്വാർഡിൻ്റെ ബുക്കിൽ നിന്നാണ്. ഇതാണ് ആ ടോം ഹോഗ്വാർഡ്. പുള്ളിയും ഏകദേശം ഇതിനോട് സിമിലർ ആയിട്ടുള്ളൊരു സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൻ്റെ വിൻ റേഷ്യോയും കൂടുതൽ സ്റ്റാറ്റിസ്റ്റിക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ ഏകദേശം 5 മാസത്തെ ബാക്ക് ടെസ്റ്റ് ചെയ്ത ഡാറ്റയാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവരി 2024 ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം 8 ദിവസമാണ് നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയത്. അതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1:3 ആണ് ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് 1:3 കിട്ടിയേക്കുന്ന 8 ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ലോസസ് ഉണ്ടായിരിക്കുന്ന 14 ദിവസങ്ങളാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ 14 ദിവസം നമ്മൾ ഓരോ രൂപ വെച്ചിട്ട്, ഇപ്പോൾ ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഓരോ രൂപ വെച്ച് നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് 14 രൂപയാണ് നഷ്ടം. പക്ഷേ നമുക്ക് 8 ദിവസം നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. അപ്പം നമുക്ക് കിട്ടുന്നത് 3 രൂപയാണ്. കാരണം 1:3 ആണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ 8 × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 രൂപ. അപ്പോൾ 24 - 14 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 10R. അതായത് 10 രൂപയാണ് നമ്മുടെ ലാഭം. അപ്പോൾ ഞാൻ ഇവിടെ 6 ഇട്ടേക്കുന്നത്. ഇപ്പം നമ്മൾ 1 രൂപയാണ് റിസ്ക് ചെയ്തേക്കുന്നതെങ്കിൽ 10 × 6 സ്ഥാനത്ത് 1 കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ ഒരു സ്റ്റോപ്പ് ലോസ് എന്നുള്ളത് ഇനിയിപ്പോൾ 1000 രൂപയാണെന്നുണ്ടെങ്കിൽ 10 × 1000 10,000. അതേപോലെ തന്നെ നമുക്ക് നമ്മൾ റിസ്ക് ചെയ്യുന്ന എമൗണ്ട് അനുസരിച്ച് നമുക്ക് ഈ 6 മാറ്റി കൊടുത്താൽ മതി. ഇപ്പോൾ 1000 അല്ലെങ്കിൽ 2000. അപ്പോൾ നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മന്ത് എൻഡിൽ എത്രയാണ് നമ്മുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്നുള്ളത് നമുക്ക് ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്തേക്കുന്ന ആ ചാർട്ടിലേക്കൊക്കെ നമുക്ക് പോകാം. അതേപോലെ തന്നെ ഫെബ്രുവരിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ലൂസിങ് മന്താണ്. ഈ ഒരു ഫെബ്രുവരി മന്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 5 ദിവസം മാത്രമേ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ 16 ദിവസം ലോസ് ആയിട്ട് പോലും നമുക്ക് ഏകദേശം -1R ലോസ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത്രയും വലിയ ലോസസ്. ഇപ്പോൾ മാർച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ 12 ദിവസം ലോസസ് വരുന്നു, ഏപ്രിലേക്ക് വന്നാൽ 13 ദിവസം, മെയ്യിലേക്ക് വന്നാൽ 15 ദിവസം. ഇത്രയും ലോസസ് വന്നിട്ട് പോലും നമ്മുടെ ആ ഒരു റിസ്ക് റിവാർഡിൻ്റെ ആ ഒരു ബെനിഫിറ്റ് കാരണം നമുക്ക് എല്ലാ മാസവും, ഒരു മാസം ഒഴിച്ചോ എല്ലാ മാസവും നമുക്ക് പ്രോഫിറ്റാണ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തിയററ്റിക്കലാണ്. ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് വരുമ്പോൾ ഇതിങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. പക്ഷേ എന്നാലും നമുക്ക് നമ്മുടെ ആ ഒരു സിസ്റ്റം നമ്മൾ പെർഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റിസ്ക് റിവാർഡിലേക്ക് വരും. നമ്മൾ കുറച്ചുകൂടി ഒരു എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ, അതായത് നമുക്ക് നമ്മുടെ വിന്നേഴ്സിലേക്കൊക്കെ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ എൻട്രി നമ്മൾ കുറച്ചുകൂടി ഒന്ന് റിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1:4 ഈ ഒരു സിസ്റ്റത്തിൽ പോസിബിൾ ആണ്. അങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഒരു എക്സ്പോണൻഷ്യലായിട്ട് നമുക്ക് മാർക്കറ്റിൽ നിന്ന് എടുക്കാൻ പറ്റും. പക്ഷേ അതിലേക്കൊന്നും ഞാൻ ഇപ്പോൾ പോകുന്നില്ല. ഞാൻ പിന്നെ ഈ ഒരു എക്സസൈസ് നമ്മൾ മാസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ വീണ്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇവിടെ ഞാൻ കൊടുത്തേക്കുന്നത് ആ ഒരു റിസ്ക് റിവാർഡിൻ്റെ ആ ഒരു കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഒരു 1:1 സിസ്റ്റത്തിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ 50% ട്രേഡിൻ്റെ അടുത്ത് വിൻ ചെയ്യണം. അതേസമയം ഇപ്പം നമ്മൾ എടുത്തേക്കുന്ന പോലെ ഒരു 1:3 വിൻ റേഷ്യോ ഉള്ള ട്രേഡ് ആണ് നമ്മൾ, ആ ഒരു സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ 26% ട്രേഡുകൾ മാത്രം പ്രോഫിറ്റബിൾ ആയാൽ മതി. അതായത് 100-ൽ 74 തവണ നമുക്ക് റോങ് ആകാൻ പറ്റും, സ്റ്റിൽ നമുക്ക് പ്രോഫിറ്റബിൾ ആകാൻ പറ്റും. അതേസമയം നമ്മൾ 1:4 ആ ഒരു സിസ്റ്റം മോഡിഫൈ ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 79 തവണ നമുക്ക് ലോസസ് വന്നു കഴിഞ്ഞാലും നമ്മൾ പ്രോഫിറ്റബിൾ ആയിരിക്കും. അപ്പോൾ അതാണ് ആ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഓപ്ഷൻ ബൈയിങ്ങിൽ നമുക്ക് കൂടുതലും ലോസസ് ഉണ്ടാവാനാണ് ചാൻസസ് കൂടുതൽ. അതുകൊണ്ട് നമുക്കൊരു ഹയർ റിസ്ക് റിവാർഡ് ഉള്ള ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതാണ് ഞാൻ ആ ബാക്ക് ടെസ്റ്റ് ചെയ്തേക്കുന്ന ചാർട്ട്. അപ്പോൾ ജൂൺ മന്തിൻ്റെ ഡേറ്റ ഞാനിവിടെ കൺസിഡർ ചെയ്തിട്ടില്ല, കാരണം ജൂൺ മന്ത് കഴിയാത്തത് കൊണ്ട് തന്നെ. നമുക്ക് മെയിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാനിവിടെ ടിക്ക് ചെയ്തേക്കുന്ന ദിവസമാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയേക്കുന്നത്. ഇങ്ങനെ ഈ 6 പോലെ ഇട്ടേക്കുന്നതാണ് നമുക്ക് ലോസസ് വന്നേക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ മെയിൻ്റെ ഡാറ്റ കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഏപ്രിലാണ്, ഇത് മാർച്ച്, അതേപോലെ ഇത് ഫെബ്രുവരി, അതേപോലെ തന്നെ ജനുവരി. അപ്പോൾ ഇത്രയും ഡാറ്റയാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഞാൻ എൻ്റെ ഈ ഒരു സ്റ്റഡീസ് നടത്തിയപ്പോൾ ഞാൻ ഏകദേശം ഒരു 1 ഇയർ ബാക്കിൽ വരെ ഈ ഒരു ഡാറ്റ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ 5 മാസത്തെ മാത്രമേ ഇവിടെ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളിത് പോയിട്ട് ഒരു 1 ഇയറോ അല്ലെങ്കിൽ 2 ഇയറോ ഈ ഒരു ഡാറ്റ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇത് ഫോളോ ചെയ്യാവുള്ളൂ. എങ്കിൽ മാത്രമേ ഈ ഒരു സിസ്റ്റത്തിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് വരത്തുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇത്
ബാക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്ക് ഇപ്പം കറൻ്റ്ലി റൺ ചെയ്യുന്ന ആ ഒരു ജൂൺ മന്തിലേക്ക് പോകാം. അപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞത്, ആദ്യത്തെ 15 മിനിറ്റിൻ്റെ ആ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ഡൗൺ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇത് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക് ORB എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതേ സാധനം തന്നെയാണ്, പക്ഷേ എന്താണ് നമ്മൾ കുറച്ചുകൂടി ഒരു ചേഞ്ചസ് വരുത്തുന്നുണ്ട്. ഇത് ഞാൻ 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ക്യാൻഡിൽ 5 മിനിറ്റ്, 10 മിനിറ്റ്, 15 മിനിറ്റ്. അപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതാണ്. അപ്പം തൊട്ടടുത്ത ക്യാൻഡിൽ തന്നെ ഇത് സ്ലൈറ്റ്ലി ഇതിൻ്റെ ആ ഒരു നമ്മുടെ 15 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ആ ഒരു റേഞ്ച് ബ്രേക്ക് ഡൗൺ ചെയ്തിരുന്നു, താഴേക്ക് പോയിട്ടുണ്ട്. ഇവിടെ കുറച്ചുകൂടി സൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ ഒരു ചെറിയൊരു വിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതായത് താഴേക്ക് ഇത് ബ്രേക്ക് ഡൗൺ കൊടുത്തു. അപ്പോൾ നമ്മൾ അവിടെ എന്താണ് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇനീഷ്യൽ സ്റ്റേറ്റിൽ എവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റേഞ്ചിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ടാർഗറ്റ്, അതായത് 1:3 ആണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ അത്രയും വലിയ ടാർഗറ്റ് നമുക്ക് വരണം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഓപ്ഷൻ പ്രീമിയം എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു കാര്യത്തിലേക്ക് വരുന്നത്. അപ്പം എൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ദിവസം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 to 15 രൂപ പോകുന്ന രീതിയിലുള്ള പ്രീമിയം അതെവിടെയാണോ കിട്ടുന്നത് അങ്ങനത്തെ സ്ട്രൈക്ക് പ്രൈസ് ആണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ഇപ്പോൾ ഇവിടെ ഞാൻ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തു. ഇതിങ്ങനെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്താണ് DKൻ്റെ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഏകദേശം എൻ്റെ പ്രീമിയം ചാർട്ടിൽ 15 രൂപ ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാലും ഇത്രയൊരു മൂവ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഈ ദിവസത്തിലേക്ക് വന്നു കഴിഞ്ഞാലും ഇപ്പോൾ 5, 10, 15 ഓക്കെ, ഈ 3 ക്യാൻഡിൽ കഴിഞ്ഞു. അപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ ലോസ് എന്ന് പറയുന്നത്, ഇതിൻ്റെ 3 ക്യാൻഡിലിൻ്റെ ലോ എന്ന് പറയുന്നത് ഇവിടെയാണ്. അത് ഇവിടെ തൊട്ടടുത്ത് ക്യാൻഡിൽ ബ്രേക്ക് ഡൗൺ നടത്തി. അപ്പോൾ നമ്മളിവിടെ പുട്ട് ഓപ്ഷൻ ഇവിടെ എൻ്റർ ചെയ്യുന്നു, സ്റ്റോപ്പ് ലോസ് ഇത്രയും ഹൈറ്റിൽ വെക്കുന്നു. അതായത് ഇത് റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 15 രൂപയെ നമുക്ക് പുറത്തുള്ളൂ. പക്ഷേ അന്നത്തെ ദിവസം റിക്കവറി ഒന്നും നടന്നില്ല. പക്ഷേ എന്നാൽ എന്താണ് ഒരു സൈഡ് വേസ് ആയിട്ടുള്ള മാർക്കറ്റായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ടാർഗറ്റിംഗ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടും തന്നെ ഈ ഒരു ദിവസം നമുക്ക് ലോസ് ആണെന്നുള്ള രീതിയിലാണ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, അടുത്ത ദിവസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ക്യാൻഡിൽ നമുക്ക് ഇത്രയും ഉള്ള ഒരു റെഡ് ക്യാൻഡിലാണ്. അടുത്ത ക്യാൻഡിൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു, ഒരു ഗ്രീൻ ക്യാൻഡിലാണ്. അടുത്ത ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഗ്രീൻ ക്യാൻഡിലാണ്. അപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയും ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയും നമ്മൾ മാർക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ ബ്രേക്ക് ഔട്ട് കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നു, താഴേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നു. അത്രേ ഉള്ളൂ കാര്യം. 9:30 ഈ ഒരു ക്യാൻഡിലിൽ നമ്മൾ കുറച്ചുകൂടി ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്യാൻഡിലിൽ ബ്രേക്ക് ഔട്ട് നടന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ എൻട്രി ഏകദേശം ഇവിടെയായിട്ട് തന്നെ വരും. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ എൻട്രി വരുന്നു, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെയും വരുന്നു. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ്, അപ്പോൾ നമ്മൾ ഇത്രയും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 1:1 പോലെയുള്ള ടാർഗറ്റ് നമുക്ക് വന്നിട്ടുള്ളൂ. പക്ഷേ ഞാൻ എൻ്റെ ഒരു ഇത്രയും നാൾ എക്സിക്യൂട്ട് ചെയ്ത ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ഈ ഒരു ട്രേഡിൽ ഈ ഒരു ദിവസം 1:3 ടാർഗറ്റ് ഞാൻ ബുക്ക് ചെയ്തു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ഒരു സിസ്റ്റം മാസ്റ്റർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സ്ലൈറ്റ്ലി മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ട് നമുക്ക് നമ്മുടേതായിട്ട് ഈ ഒരു സിസ്റ്റത്തെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ കഴിഞ്ഞ് ഈ ഒരു ക്യാൻഡിൽ തന്നെ ഫോം ചെയ്തപ്പോൾ തന്നെ ഇത് ഒരു അപ്സൈഡ് ബ്രേക്ക്ഔട്ട് നടക്കുന്നത് എനിക്കിത് ഏകദേശം തീരുമാനമായി. അപ്പോൾ ഞാൻ ഈ ഒരു ക്യാൻഡിലിൽ എൻട്രി എടുക്കുകയും എൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ഇവിടെയായിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പം ഈ ഒരു മൂവ്മെൻറ്റ് നടന്നപ്പോൾ തന്നെ എൻ്റെ ആ ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് എനിക്ക് 1:3 ടാർഗറ്റ് കിട്ടിയാൽ ഞാൻ ഈസി ആയിട്ട് ഇറങ്ങിപ്പോരുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. ഇപ്പം നമ്മൾ റോങ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ എൻട്രി എടുത്തു, ഇപ്പോൾ ഞാൻ റോങ് ആണ്, ഇതിപ്പോൾ മുകളിലേക്കല്ല, ഇപ്പോൾ താഴേക്കാണ് ബ്രേക്ക് ഡൗൺ വരുന്നതെന്നുണ്ടെങ്കിൽ ഞാനൊരു എക്സ്ട്രാ ഒരു ട്രേഡ് കൂടി എനിക്ക് വരും. അപ്പോൾ ഞാനിത് എന്താ പറയുക, ഇതൊരു നെക്സ്റ്റ് ലെവലായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം നിങ്ങളത് നോക്കണ്ട. ഇപ്പം ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആ ഒരു 15 മിനിറ്റിൻ്റെ ബ്രേക്ക് ഡൗൺ അല്ലെ ബ്രേക്ക് ഔട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഒരു മാസം അല്ലെങ്കിൽ 2 മാസം എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തേണ്ടതെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഇതിലേക്ക് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോയിട്ട് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ടാർഗറ്റ് വന്ന ഒരു ദിവസത്തെ എടുത്തു നോക്കാം. ജൂൺ 7-ാം തീയതി നമുക്ക് നല്ലൊരു മൂവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ദിവസം എനിക്ക് എൻ്റെ 1:3 അല്ലെങ്കിൽ 1:4 ഒക്കെ ബുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ എനിക്കത് മൊത്തം പിടിക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഒരു ഇമോഷണൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ഇത് കാരണം ഞാൻ നേരത്തെ അത് ബുക്ക് ചെയ്ത് ഇറങ്ങിപ്പോയി. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 5, 10, 15 ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഹൈ ഇവിടെയാണ് വരുന്നത്, ഇതിൻ്റെ ലോ ഇവിടെയാണ് വരുന്നത്. ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ഏകദേശം ഈ ഒരു ക്യാൻഡിലിൽ കഴിഞ്ഞു. അപ്പോൾ നമ്മളിവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും വലിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ 1:4 ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നു. ഇങ്ങനെ ഓരോ ദിവസത്തെയും ഇങ്ങനെ സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എൻട്രി ആണ് വരുന്നത്, എവിടെയാണ് എക്സിറ്റ് വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ആ സ്റ്റോപ്പ് ലോസ് നമ്മളിപ്പം എന്താ പറയുക, ഇത്രയും വൈഡാക്കിയിട്ട് ശരിക്കും വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ 3 ക്യാൻഡിൽ ഇവിടെ കഴിഞ്ഞു, 5, 10, 15 ഓക്കെ. അപ്പോൾ
ഇത്രയും നമ്മൾ ഈ ഒരു റേഞ്ചാണ് നമുക്ക് ഓപ്പണിംഗ് റേഞ്ച് വരുന്നത്. അപ്പോൾ നമ്മുടെ എൻട്രി വരുന്നത് ഇവിടെയായിട്ടാണ്. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ SL ഇടുന്നതിന് പകരം ഒരു പ്രീവിയസ് സ്വിങ്ങിലോ, അതായത് ഇവിടെ നമുക്ക് SL ഇടാം അല്ലേ. നമ്മൾ ഇത്ര അപ്പോൾ SL ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസിലി നമുക്ക് 1:3 അല്ലെങ്കിൽ 1:4 നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് പറഞ്ഞത്, നമുക്ക് അങ്ങനെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ കുറച്ച് ഈ ഒരു സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റിലാണ് വരുത്തേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മതി, ഇപ്പോൾ ഈ ജൂൺ മാസത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ദിവസം മാത്രമേ ടാർഗറ്റിലേക്ക് വന്നിട്ടുള്ളൂ. പക്ഷേ ഇവിടെ നോക്കി കഴിഞ്ഞാൽ എത്ര ലോസ് വന്നിട്ടുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 ദിവസം ലോസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ 1:4 നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു മാസം ഇതുവരെ ലോസ് വന്നിട്ടില്ല. മനസ്സിലായിട്ടില്ലേ? അതായത് 8 ദിവസം ലോസ് വന്നു, പക്ഷെ നമുക്ക് 2 ദിവസം പ്രോഫിറ്റ് വന്നെങ്കിൽ തന്നെ ഈ ഒരു മന്ത് ഇതുവരെ നമുക്ക് ബ്രേക്ക് ഈവൻ ആണ്. അപ്പോൾ അതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ആ ഒരു പവർ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ദിവസം നമ്മുടെ ആ ഒരു ഇലക്ഷൻ്റെ റിസൾട്ട് വന്ന ദിവസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രക്ചറലി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടാർഗറ്റ് കിട്ടേണ്ട ദിവസമാണ്. കാരണം നമ്മളിവിടെ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ബ്രേക്ക് ഡൗണിൽ ഇവിടെ നമ്മൾ 5, 10, 15 ഓക്കെ, ഈ ഒരു ക്യാൻഡിലിൻ്റെ ബ്രേക്ക് ഡൗൺ ഇവിടെ നമ്മൾ എൻട്രി എടുക്കുക, നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഇത്രയും വലുത് പറ്റില്ലെങ്കിൽ ഇവിടെ വെക്കുകയും ചെയ്യാം അല്ലേ. പക്ഷേ അന്നത്തെ ദിവസം ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഞാൻ വെറുതെ നോക്കിയിരിക്കുകയായിരുന്നു. കാരണം അത്രയും വലിയ പ്രീമിയം കൊടുത്തിട്ട് ആ ഒരു മാർക്കറ്റിൽ അത്രയും റിസ്ക് എടുക്കേണ്ട കാര്യമില്ല എന്നെനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം പക്ഷേ നമ്മളത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈസിലി നമുക്ക് ആ ഒരു പ്രോഫിറ്റ് കിട്ടിയാണ്. അപ്പം നമ്മൾ ആ ഒരു ട്രേഡറിൻ്റെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് റിച്ച് ആവുക എന്നുള്ളതല്ല, നമ്മൾ കൺസിക്യൂട്ടീവ്ലി നമ്മുടെ ആ ഒരു എഡ്ജ് കണ്ടുപിടിച്ച് അത് എക്സിക്യൂട്ട് ചെയ്ത് നമ്മൾ ആ ഒരു പ്രോഫിറ്റുകളിലേക്ക് മെല്ലെ എത്തുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇതേപോലെ തന്നെ ഈ ബാക്കിയുള്ള ദിവസത്തെയൊക്കെ നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റും. എല്ലാ മാസവും നമുക്ക് ഒരുമാതിരി ഇപ്പോൾ 1:4 നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മാസവും തന്നെ നല്ല ഭീകര പ്രോഫിറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. 1:3 ആണെന്നുണ്ടെങ്കിലും വളരെ മോശമില്ലാത്തൊരു പ്രോഫിറ്റ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് എടുക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഇപ്പോൾ ആദ്യത്തെ മാസം തന്നെ നിങ്ങൾ പ്രോഫിറ്റ് ഇതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് എന്താ പറയുക, എക്സിക്യൂഷൻ എററുകൾ ഒരുപാട് ഉണ്ടാകും. കാരണം ചിലപ്പം ചില ദിവസങ്ങളിൽ നിങ്ങൾ ചിലപ്പോൾ ഈ ട്രേഡ് എടുക്കാൻ മറന്നു പോകും. ചില ദിവസം നിങ്ങൾ മുന്നേ അത് ബ്രേക്ക് ഡൗൺ നടക്കുന്നതിന് മുന്നേ ചിലപ്പോൾ എടുത്ത് ചിലപ്പോൾ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ബ്രേക്ക് ഔട്ട് എടുക്കുക. അപ്പോൾ അങ്ങനെ ഒരുപാട് മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് വരും, എനിക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മിസ്റ്റേക്കുകളെല്ലാം ഒരുമാതിരിയൊക്കെ കുറച്ച് കൊണ്ടുവരികയാണ്. ഇപ്പോൾ എൻ്റെ ഒരു വലിയൊരു ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വലിയ ദിവസമില്ല, നമുക്ക് ആ ഒരു പ്രോഫിറ്റ് കിട്ടുന്ന ആ ഒരു വലിയ ദിവസത്തെ ആ ഒരു ബിഗ് പ്രോഫിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ അതിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്ത് എങ്ങനെയാണ് ആ ഒരു പ്രോഫിറ്റിനെ വീണ്ടും വലുതാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഈ ഒരു സിസ്റ്റം നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ദിവസം ഒരൊറ്റ ട്രേഡേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഓവർ ട്രേഡിങ് അവിടെ കൺട്രോൾ ആയേ. അതിനുശേഷം എങ്ങനെയാണ് നമ്മൾ ആ ഒരു ട്രേഡിൽ നമ്മൾ കൂടുതൽ ദിവസങ്ങൾ നമ്മൾ ലോസ് എടുക്കുന്നതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ലോസുമായിട്ട് പൊരുത്തപ്പെടേണ്ടതെന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. എങ്ങനെയാണ് മാർക്കറ്റിൽ നമ്മൾ ലോസ് എടുക്കേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ ലോസസ് ചെറുതാക്കി വെക്കേണ്ടതെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നിങ്ങൾക്ക് ലോസസ് അടിക്കുന്ന ദിവസം നിങ്ങൾക്ക് 15 രൂപയാണ് ആ ഒരു പ്രീമിയത്തിൽ പോകത്തുള്ളൂ. അതേപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ടാർഗറ്റ് കിട്ടുന്ന ദിവസം നിങ്ങൾക്ക് എങ്ങനെയാണ് ബിഗ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മൾ ബിഗ്ഗർ പ്രോഫിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെയും നമ്മുടെ ആ ഒരു പേഷ്യൻസ് നമുക്ക് ഡെവലപ്പ് ആവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതൊരു ശരിക്കും ഒരു സിസ്റ്റം അല്ല, ഇതൊരു എക്സസൈസ് ആണ്. നമുക്ക് നമ്മുടെ ആ ഒരു ട്രേഡിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു എക്സസൈസ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെവലപ്പായിട്ട് വരും. അതുകൊണ്ട് തന്നെ മിനിമം ഒരു 100 ട്രേഡെങ്കിലും എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾ പ്രോഫിറ്റബിൾ ആകൂ എന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ പാടുള്ളൂ. ചിലപ്പോൾ ഒരു 2-3 മാസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങളിത് മാസ്റ്റർ ചെയ്തിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമായിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ ആ ഒരു ലെവൽ അനുസരിച്ചിരിക്കും. എന്നാലും നമ്മൾ മിനിമം ഒരു 100 ട്രേഡ് ഞാൻ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യും എന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഈ ഒരു സിസ്റ്റം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ബാക്കിയുള്ള സിസ്റ്റങ്ങളും കൂടെ ആയിട്ട് മിക്സ് ചെയ്യാണ്ടിരിക്കുക. അതായത് ഒരു ദിവസം അപ്പോൾ നിങ്ങൾക്ക് ഒരൊറ്റ ട്രേഡേ വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങളെ തന്നെ റിസ്ട്രെയിൻ ചെയ്യാൻ വേണ്ടി പഠിക്കുകയാണ്. അതായത് കൂടുതൽ അനാവശ്യമായിട്ടുള്ള ട്രേഡുകളൊന്നും നിങ്ങൾ എടുക്കുന്നില്ല. ഒരു ദിവസം നിങ്ങൾ ഒരൊറ്റ ട്രേഡ് എടുക്കുന്നു, പരിപാടി നിർത്തുന്നു. പിന്നെയുള്ള സമയങ്ങളിൽ നിങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണ്, മാർക്കറ്റിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൺട്രോൾ മാർക്കറ്റിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഡെവലപ്പായിട്ട് വരും. അപ്പോൾ നിങ്ങൾ മെല്ലെ മെല്ലെ ഓരോ ഒബ്സർവേഷൻ നടത്താൻ തുടങ്ങും. ഓക്കെ, മാർക്കറ്റ്
ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ലൈവ് മാർക്കറ്റിൽ നമ്മൾ ടെൻഷൻ ഇല്ലാണ്ട് നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഒബ്സർവേഷൻ വരുന്നത്. അപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ORB തന്നെ നമുക്ക് ആ ഒരു ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മിനിമം ഒരു മാസമെങ്കിലും ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുക, ഒരൊറ്റ ട്രേഡ് എടുത്തുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. അതുപോലെ തന്നെ ഈ സിസ്റ്റത്തെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ ഒബ്സർവേഷൻസോ ഒക്കെ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തി എന്നെയും കൂടെ അറിയിക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് ഈ ഒരു സിസ്റ്റം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർക്ക് ഇത് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഇതിൻ്റെ ഫോളോ അപ്പ് വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു എക്സസൈസ് ചെയ്ത് നിങ്ങളെല്ലാവരും തന്നെ നല്ല പ്രോഫിറ്റുകൾ ആയിത്തീരട്ടെന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ.